ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കീം 2023 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള PYQ സെഷനാണ് അല്ലേ. അതിൽ ഫസ്റ്റ് ഒരു വീഡിയോയിൽ പാർട്ട് 1 നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഗൈൻ 10 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലെങ്തി വീഡിയോ ആവാണ്, നിയർലി 1 hours വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. 10 കഴിഞ്ഞ് നമുക്ക് 11ലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question, that the 11th question is പറഞ്ഞിരിക്കുന്നത്. A particle at rest starts from the origin with a constant acceleration a that makes an angle 60 degree with the positive axis, y-axis. If its displacement along y-axis is 10 meter in times 2 seconds, then the magnitude of a, acceleration magnitude എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, y-axis ൽ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 10 മീറ്റർ, അതുപോലെ ടൈം 2 സെക്കൻഡ്സ് ആണ്. അതിന് നമുക്ക് ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലെ, ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് തീറ്റ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? a എന്ന, അതായത് ആക്സിലറേഷന്റെ വാല്യൂ എത്ര അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നോക്കൂ, ആ ഒരു ഫിഗർ ഞാൻ ഇവിടെ വരച്ചിരിക്കുകയാണ്. നമുക്ക് y ആക്സിസിലേക്കാണ്, പോസിറ്റീവിലാണ് നമുക്ക് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. സോ a cos 60 ഡിഗ്രി ആംഗിൾ ആണ് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് y is equal to 10 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. y യിൽ വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ടൈം 2 സെക്കൻഡ്സും തന്നിട്ടുണ്ട്. സോ y is equal to ay t square by 2 എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ a by 2 into t എന്ന് പറയുന്നത് നമുക്ക് 1/2 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇൻറ്റു ay എന്ന് പറയുന്നത് a by 2 എന്ന് എടുത്തിരിക്കുകയാണ്. ഇൻറ്റു t എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്, അതായത് 2 സ്ക്വയർ 4 ആണ്. ദെൻ ഇൻറ്റു 1/2 ആണ് വരുന്നത്. സോ ഈ 2 ക്യാൻസൽ ചെയ്തു, ഈ 4ഉം ക്യാൻസൽ ചെയ്തു. സോ a is equal to എനിക്ക് y 10 മീറ്ററും തന്നിട്ടുണ്ട്. സോ a is equal to എത്രയാണ് വരുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സപ്പോസ് എ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ is equal to kx square ആണ്, where x is the dimension of length, then the dimension of k. k യുടെ ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. x ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ഡയമെൻഷൻ, ആ ഒരു ഡയമെൻഷൻ ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഇ is the right answer. m l power -1 t power -2 ഈ ഒരു ഡയമെൻഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഫോഴ്സ് F is equal to kx square ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, ml t power -2 ആണ്. k ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. x സ്ക്വയർ, അതായത് x എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആണ്. അപ്പൊ x സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? l സ്ക്വയർ വരും. അപ്പൊ k is equal to l എന്നുള്ളത് എനിക്ക് ഡിവിഷനിലേക്ക് വരും അല്ലെ. അപ്പൊ എനിക്ക് ഇവിടെ ഒരു പോസിറ്റീവ് എല്ലും വരും, ഇവിടെ ഉള്ള ആ ഒരു -2 എന്നുള്ളതിൽ ഒരു എല്ലും ക്യാൻസൽ ആകും. സോ എനിക്ക് ബാക്കി എന്ത് വരും? m l power -1 t power -2. സോ ഇതാണ് എനിക്ക് വരുന്ന k ക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് എക്സർട്ടഡ് ഓൺ എ 20 kg ബോക്സ് to slide it up to on an inclined plane with an angle of 30 degree. അപ്പോൾ ഒരു 20 kg ബോക്സ് സ്ലൈഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഇൻക്ലിനേഷൻ ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു ഇൻക്ലൈൻ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി ആണ്. ഓക്കെ, the frictional force retarding the motion is 80 Newton. നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 80 ന്യൂട്ടൺ എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. If the box moves with a constant speed, ആ ഒരു ബോക്സ് നമുക്ക് ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ what is the magnitude of the force? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ ഒരു g യുടെ വാല്യൂ 10 മീറ്റർ സ്ക്വയർ എടുക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത്? 120 into √3 ന്യൂട്ടൺ ആണ് നമുക്ക് വരുന്ന ആ ഒരു ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു ഫിഗർ അല്ലെ. ഒരു ബോക്സ് 120 ഗ്രാം ആണ് നമുക്ക് ഈ ഒരു 120 അല്ലേ. ഓക്കെ, ആ ഒരു ഗ്രാമിലുള്ള ബോക്സ് നമുക്കിവിടെ വരുന്നുണ്ട്. അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, ആ ഒരു ഇൻക്ലിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് അല്ലെ. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ വരുന്നത് mg sin θ ആണ്. ഇവിടെ നമുക്ക് f cos θ പറഞ്ഞ ആംഗിൾ ആണ് ഇവിടെ മെൻഷൻ അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് അല്ലെ. ഇവിടെ വരുന്നത് ഇത് എന്ന് പറയുന്ന ഒരു സം ആയിരിക്കും, f sin θ പ്ലസ് mg cos 30 ആണ് വരുന്നത്. 30 ആംഗിൾ ആണ് നമുക്ക് ആ ഒരു ഇൻക്ലിനേഷൻ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ f cos 30 it is equal to f cos 30, അതായത് ഈ ഒരു വാല്യൂ f cos 30 is equal to 80 plus mg sin θ ആണ് വരുന്നത്. സോ f is equal to എത്രയാണ്? cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. സോ √3/2 is equal to 80 plus m എത്രയാണ്? 20 into g എന്ന് പറയുന്നത് 10 into sin 30 എന്ന് പറയുന്നത് 1/2 ആണ്.
അപ്പോൾ എത്ര വരും 180 into 2/√3 കിട്ടും. അതായത് ഞാനിത് എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരുന്നത് 180 into 2 വരും. അപ്പോൾ 180 എനിക്ക് എന്ത് എഴുതാം 60 into 3 എന്ന് എഴുതാം അല്ലേ. ഈ √3 എനിക്ക് √3 into √3 എന്ന് എഴുതിയിട്ടെങ്കിൽ എനിക്ക് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഈ √3 ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 60 into 2 എന്ന് പറയുന്നത് 120. സോ 120 √3 ആണ് എനിക്ക് വരുന്ന ആ ഒരു ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത്. In a Young's double slit experiment, which of the following statement is not true? നമുക്കൊരു Young's double slit experiment ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമുക്ക് റോങ് ആയിട്ട് തന്നിരിക്കുന്നത്. അത് എന്താണെന്ന് നോക്കാം. Distance between the fringes decreases when separation between the slits and screens increases. ആ ഒരു സ്ക്രീനുകളുടെയും സ്ലിറ്റുകളുടെയും സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രിഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആകും എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ എന്താണ് നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് നോക്കാം. ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് കൊഹിറന്റ് സോഴ്സസ് ഓഫ് ലൈറ്റിനെ നമ്മൾ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഫ്യൂ ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ ആ രണ്ട് വേവ് ലെങ്ത്തുകൾ, രണ്ട് ലൈറ്റുകളുടെ വേവ് ലെങ്ത്തുകൾ തമ്മിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയുണ്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമുക്ക് ആ ഒരു വേവ് തിയറി ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ വേവ് തിയറിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഒറിജിനൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ലൈറ്റ് ഡിഫ്രാക്റ്റ് ആവണം ഒരു സിംഗിൾ സോഴ്സിൽ നിന്നും, അതായത് ഈ ഒരു സിംഗിൾ സോഴ്സിൽ നിന്നും പല സ്ലിറ്റുകളിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു യൂസ്ഡ് ആസ് എ കൊഹറന്റ് സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ഡിഫ്രാക്ഷൻ ആണ് നമുക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ലേസേഴ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കൊഹറന്റ് സോഴ്സ്. ഈ ഒരു കൊഹറന്റ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു മോഡേൺ ഡേ എക്സ്പെരിമെന്റ്സിൽ നമ്മൾ കൊഹറന്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലേസേഴ്സ് ആണ്. അതാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് സ്ക്രീൻ വിത്ത് 2 സ്ലിറ്റ്സ്, രണ്ട് സ്ലിറ്റുകൾ തമ്മിൽ വരുന്ന ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഡി എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ആ ഒരു ഒപ്റ്റിക്കൽ സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഡി, അതായത് ആ ഒരു ഡിസ്റ്റൻസ് റെഡ്യൂസ് ആകുമ്പോൾ നമുക്ക് ആ വാല്യൂസ് ഫ്രിഞ്ചസിന്റെ ഒക്കെ ഡിസ്റ്റൻസ് റെഡ്യൂസ് ആകുന്നതിനനുസരിച്ച് റെഡ്യൂസ് ആകുന്നത്, ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് n capacitors each with 1 microfarad capacitance are connected in parallel to the store charge 1 coulomb. ഒരു കൂളോം ചാർജ് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് n number of capacitors, അതായത് വാല്യൂസ് എത്രയാണ് 1 microfarad capacitance നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കപ്പാസിറ്റർ ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ വാല്യൂ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എത്രയാണ്? ഇപ്പൊ കപ്പാസിറ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഈക്വലന്റ് കപ്പാസിറ്റേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 മൈക്രോഫാരഡ് ആണ് ഓരോ കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ. ദേ ആർ കണക്റ്റഡ് ഇൻ പാരലലി. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു 1 കൂളോം ചാർജ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ അത് സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി 10 to the power minus 10 ഫാരഡ് ആണ് നമുക്ക് കിട്ടുന്ന റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് സോൾവ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് ഇക്വേഷൻ. പൊട്ടൻഷ്യൽ വോൾട്ടേജ് എത്രയാണ്? പൊട്ടൻഷ്യൽ എത്രയാണ് വരുന്നത്? 100 വോൾട്ട് ആണ്. കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലലി. ഈച്ച് ഹാവ് ദി വാല്യൂസ് ഓഫ് 1 മൈക്രോഫാരഡ് ആണ് അല്ലെ. 1 മൈക്രോഫാരഡ് ആണ് ഓരോ കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ. അപ്പൊ ഇത് നമുക്ക് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈക്വലന്റ് കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ Q is equal to C equivalent into V ആണ്. അതായത് ചാർജ് is equal to C equivalent into V ആണ്. C നമുക്ക് എത്രയാണ്? സോറി, ചാർജ് എന്ന് പറയുന്നത് 1 കൂളോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 into C equivalent എന്ന് പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് അറിയില്ല. സോ n into 10 to the power minus 6 എന്ന് കൊടുക്കാം into 100. അപ്പൊ n എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് n എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ n is equal to 10 to the power 4 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 1 divided by 100 into 10 to the power minus 6 വരും. സോ നമുക്ക് CS കണ്ടുപിടിക്കണം. അതായത് കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു C by N ആണ്. കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 to the power minus 6 divided by numbers 10 to the power 4 which is equal to 10 to the power minus 10 ഫാരഡ് ആണ് വരുന്നത്. CS അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് സീരീസിന്റെ ഈക്വലൻസ് വരുന്നത് 10 to the power minus 10 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ട്രെയിൻ കൺസിസ്റ്റ് ഓഫ് ആൻ എൻജിൻ ആൻഡ് 3 കോച്ചസ്. ഒരു എൻജിനും 3 കോച്ചസും ആണ് ഒരു ട്രെയിനിൽ വരുന്നത്. ഫസ്റ്റ് കോച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ദി എൻജിൻ. ഫസ്റ്റ് കോച്ച് എന്ന് പറയുന്നത് ഈ ഒരു എൻജിനുമായിട്ട് ക്ലോസസ്റ്റ് ആണ്. തേർഡ് കോച്ച് എന്ന് പറയുന്നത് നമുക്ക് എൻജിനുമായിട്ട് ദൂരം കൂടുതലാണ്. The train is moving with a constant acceleration A. ട്രെയിൻ മൂവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ A എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ കോച്ചിന്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് m ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഫസ്റ്റ് കോച്ച് സെക്കൻഡ് കോച്ചിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കോച്ച് സെക്കൻഡ് കോച്ചിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു P is equal to 2 ma ആണ് വരുന്നത്. ഫോഴ്സ് is equal to m into mass into acceleration അല്ലേ? അപ്പോൾ 2 into mass into acceleration ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 2 ma ആണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ യൂണിഫോം തിൻ റോഡ് ഓഫ് മാസ് 3 kg has a length of 1 meter. If a point of mass 1 kg is attached to a distance of 40 cm from its center, then the center road mass shifted by a distance of. ഒരു തിൻ റോഡ് മാസിന്റെ മാസ് എന്ന് പറയുന്നത് 3 kg ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് മാസ് 1 kg അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ സെന്ററിൽ നിന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു മാസിന്റെ സെന്ററിൽ നിന്ന് റോഡ് എത്രത്തോളം ഡിസ്റ്റൻസിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നിയർലി അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ആണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നോക്കൂ, ഈ ഒരു 1 kg ഉള്ളത് ഞാൻ സെന്ററിൽ നിന്നും മാറ്റിയിരിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഷിഫ്റ്റ് എത്രയാണ് വരുന്നത്? 3 into 0 plus 1 into 40 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 4 വരും. സോ 40 by 4 is equal to 10 സെന്റിമീറ്റർ. അപ്പൊ സെന്ററിൽ നിന്നും 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ വീൽ ഈസ് റോളിംഗ് ഓൺ എ പ്ലെയിൻ സർഫേസ്. ഒരു പ്ലെയിൻ സർഫേസിൽ ഒരു വീൽ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. A point on the rim of the wheel at the same level as the center has speed of 4 meter per second. The speed of the center of the wheel. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു സ്പീഡ്, വീലിന്റെ സെന്റർ ഓഫ് ദ സ്പീഡിന്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ആൻസർ 2√2 meter per second ആണ് നമുക്ക് വരുന്ന ആ ഒരു സ്പീഡ് ഓഫ് ദ സെന്റർ ഓഫ് ദ വീൽ എന്ന് പറയുന്നത് 2 into √2 meter per second ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ സെന്റർ ഓഫ് ദ വീൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്പീഡ് ഓഫ് ദ സെന്റർ ഓഫ് ദ വീൽ VC എന്നാണ് എടുത്തിരിക്കുന്നത്. VC is equal to R omega ആണ് കിട്ടുന്നത്. അപ്പോൾ നോക്കി ഈ ഒരു ഫിഗറിൽ നോക്കൂ, VC. ഓക്കെ, അതായത് VC എന്ന് പറയുന്നത് എനിക്ക് R omega എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ R എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു വീലിന്റെ റേഡിയസ് ആയിട്ടാണ് എടുക്കുന്നത്. Then at the point on the rim, റിമ്മിൽ വരുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത് VR എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ആ റിമ്മിൽ വരുമ്പോൾ എനിക്ക് വരുത്തിരിക്കുന്ന വെലോസിറ്റി VR എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ VR is equal to എന്താണ്? R omega ആണ് കിട്ടുന്നത്. VR is equal to capital R into omega ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ VR എനിക്ക് എന്ത് എഴുതാം? VR is equal to R ന് പകരം ഞാൻ എനിക്ക് എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് R square plus R square into omega ആണ് വരുന്നത്. സോ R square plus R square എന്ന് പറഞ്ഞാൽ എന്താണ്? 2R square ആണ്. അപ്പൊ R square എനിക്ക് റൂട്ട് എന്ന് വരും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2 into R omega. ഇതാണ് എനിക്ക് വരുന്ന VR നുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ VR is equal to √2 R omega എന്ന് പറഞ്ഞാൽ എന്താണ്? Which is equal to VC ആണ് അല്ലേ? അപ്പൊ എനിക്ക് VC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ VR by √2. VR എനിക്ക് എത്രയാണെന്ന് അറിയാം? 4 ആണ്. സോ 4 by √2 that is equal to 2 into √2 into √2. അതായത് 4നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 2 into 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള 2 ക്യാൻസൽ ആകും. 2√2 ആണ് കിട്ടുന്നത്. സോ VC അല്ലേ, VC സെന്റർ ഓഫ് ദ വെലോസിറ്റി എത്രയാണ്? 2√2 meter per second ആണ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. An unpolarized light is incident on a glass slab such that the reflected ray is totally polarized. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മളൊരു ഗ്ലാസ് സ്ലാബിൽ ഇൻസിഡന്റ് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു റിഫ്ലക്റ്റഡ് റേയിൽ ഉണ്ടാവുന്നത് എന്താണ്? ടോട്ടലി പോളറൈസ്ഡ് ആണ്. ഓക്കെ, ആ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് 1.73 ആണ് നമുക്ക് ആ ഒരു ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നോക്കൂ, R is equal to ആ ഒരു റിഫ്രാക്ഷൻ നമുക്ക് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ R plus IP is equal to 90 ഡിഗ്രി ആണ്. സോ 30 plus IP, R എന്ന് പറയുന്നത് 30 ആണ്, പ്ലസ് IP is equal to 90. അപ്പൊ IP is equal to എനിക്ക് എത്ര കിട്ടും? 90 minus 30 എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അപ്പൊ tan IP, I പോളറൈസ്ഡ് ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ. അതായത് ബ്രൂസ്റ്റേഴ്സ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ tan IP is equal to മ്യൂ ആണ്. അപ്പൊ മ്യൂ is equal to എനിക്ക് tan into IP എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 60 ഡിഗ്രി. അപ്പൊ tan 60 എന്ന് പറയുന്നത് എത്രയാണ്? √3 ആണ്. ദാറ്റ് ഈസ് മ്യൂ is equal to 1.73 ആണ് എനിക്ക് വരുന്ന ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ പ്ലാനറ്റ് ഹാസ് ആൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് 10 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ ഒരു റേഡിയസ്, ആ പ്ലാനറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1000 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ പ്ലാനറ്റ് അറ്റ് ഇറ്റ്സ് സർഫേസ്, സർഫേസിൽ ഉണ്ടാവുന്ന ആ ഒരു പ്ലാനറ്റിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഇ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടുന്നത്.
നോക്കൂ v is equal to escape velocity ഇക്വേഷൻ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് 2g ആണ്. അപ്പൊ v സ്ക്വയർ is equal to നമുക്ക് സ്ക്വയർ ചെയ്തിട്ട് എനിക്ക് g അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ v സ്ക്വയർ ബൈ 2r കിട്ടും. അപ്പൊ v യുടെ വാല്യൂ നമുക്കറിയാം, 2 ന്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു r എത്രയാണെന്ന് അറിയാം, റേഡിയസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 10/2 which is equal to g is equal to 5 meter per second. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ, അഗൈൻ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.